നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ലോസ് അല്ല, പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. പക്ഷേ ഇതാണ്, ഞാൻ രാവിലെ നിഫ്റ്റിയിലാണ് ഒരു ട്രേഡ് എടുത്തത്. നിഫ്റ്റി കോൾ ഓപ്ഷനാണ് എടുത്തത്. നിഫ്റ്റി കോൾ ഓപ്ഷൻ 25,350 കോൾ ഓപ്ഷൻ ഏകദേശം 177 ഞാൻ എടുത്തത്. 177 നോക്കട്ടെ. 177.10 എടുത്തത്. ഇതാ ഈ ഏരിയയിൽ എടുത്തതാ. എന്നിട്ടാണ് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഈ ആരോ ഉണ്ടോ, ഇത് നമ്മൾ എൻട്രി എടുത്തതിൻ്റെ ഈ ഏരിയയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എന്താ ഇവിടെ എങ്ങാണ്ടൊക്കെ എത്തിയപ്പോഴത്തേന് ഞാൻ വിറ്റ് 170 റേഞ്ച് നോക്കട്ടെ. 179.90 വിറ്റ്. ഞാൻ വിറ്റതല്ല, ഞാൻ SL കയറ്റി വെച്ചതാ, TSL വെച്ചതാ. 179.10 179.90. ഇവിടുന്ന് ആ താഴത്തെ ലൈനിൽ നിന്ന് വാങ്ങി മേളത്തെ ലൈൻ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ TSL അടിച്ചപ്പോൾ മാറി. അത്യാവശ്യം ഒരു 10,500 ആയിരത്തി സംതിങ് രൂപയൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ്. ഒരു ലോട്ടേ എടുത്തുള്ളൂ. എന്നിട്ട് അത് പോയേക്കുന്ന പോക്ക് കണ്ടോ. എന്താ ചെയ്യ, നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ദിവസം അപ്പം തന്നെ വന്ന് ഒരു 1,500 2,000 രൂപയൊക്കെ ഒറ്റ ലോട്ടി പ്രോഫിറ്റ് കാണിച്ചിട്ട് തിരിച്ചു വന്ന് SL എടുത്തോടുക്കും. എന്നാൽ പിന്നെ ഉള്ളത് എടുത്തുകൊണ്ട് SL കയറ്റി വെച്ച് കിട്ടുന്ന എടുത്തോണ്ട് മാറാമെന്ന് വിചാരിക്കുന്ന ദിവസം വേണ്ട അതിമാതിരി പോകുമ്പോൾ എന്താ നിഫ്റ്റി ഇങ്ങനെ. ആദ്യത്തെ 2 മിനിറ്റ് ക്യാൻഡിലിൽ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴേ നമ്മുടെ എൻട്രി ആയിരുന്നു. നമ്മൾ അവിടുന്ന് എൻട്രി എടുത്തു. നെറ്റ് ഇച്ചിരി സ്ലോ ആണോ? നെറ്റ് ഇച്ചിരി സ്ലോയാ. പോയേക്കുന്ന പോക്ക് കണ്ടോ സുഹൃത്തുക്കളെ. ഈ ലൈനൊന്നും വേണ്ടി ഇതൊക്കെ പോയി, ഇതൊക്കെ പരിപാടി കഴിഞ്ഞു. ഈ ലൈനൊന്നും യാതൊരു വാലിഡിറ്റി ഇല്ല. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെയാണ് ട്രേഡിംഗ് ഒക്കെ, ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മാസം മൊത്തം ലോസ് ആയിരുന്നു കേട്ടോ. ഇത്രയും ദിവസം ഇന്നലെ പിന്നെ ചെറിയൊരു കോസ്റ്റ് എക്സിറ്റ് ഇറങ്ങി, ലോസ് വന്നില്ല. ബാക്കിയുള്ള ദിവസമൊക്കെ ലോസ് ആയിരുന്നു, എല്ലാ ദിവസം അല്ലായിരുന്നു. അതിൻ്റെ ആ ഒരു ടെൻഷനില്ല, ആ ഒരു ഇതിങ്ങനെ കിടക്കുമല്ലോ, ഇന്നും ഇനി SL അടിക്കണ്ട, ഈ കോസ്റ്റ് ഇറങ്ങി മാറാമെന്ന് വിചാരിച്ച് മാറി. വേണ്ട ബോധം. കഴിഞ്ഞ മാസം ഫുള്ള് പ്രോഫിറ്റ് ആയിരുന്നു. SL എന്ന് പറയാൻ ഒന്നുമില്ല, ചെറിയതായിട്ടായാലും വന്ന് കോസ്റ്റിലൊക്കെ എക്സിറ്റ് ആയി മാറിയുള്ളൂ. ബാക്കി ഒന്നെങ്കിൽ ടാർഗറ്റ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പ്രോഫിറ്റിൽ ഇറങ്ങും, അല്ലെങ്കിൽ കോസ്റ്റിൽ ഇറങ്ങും. പക്ഷെ ഈ മാസം കൂടെ തുടങ്ങിയപ്പോഴത്തേന് ഫുൾ SL ആയിരുന്നു. SL എന്ന് വെച്ചാൽ ഒരെണ്ണം SL അടിച്ചുള്ളൂ, പക്ഷെ ബാക്കിയെല്ലാം ചെറിയ ലോസിലായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത് മൊത്തം. അങ്ങോട്ടും ഒരു ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ ഒരു 10 മണിക്കോ 11 മണിക്കോ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 3:15 വരെ ഇരുത്തി കളയുന്നേ. ഇവിടുന്ന് ഒരു അനക്കവും ഇല്ല. അല്ലെങ്കിൽ 9:15 ഒരു 10:15 ട്രേഡ് എടുത്തിട്ട് അങ്ങോട്ട് കയറി 5 മിനിറ്റ് പ്രോഫിറ്റ് ഒന്ന് കാണിക്കും, ബാക്കി 3 മണി വരെയും ലോസിലായിരിക്കും. അങ്ങനെയൊക്കെ നിന്ന് അങ്ങ് എക്സിറ്റ് ആയി മാറുകയായിരുന്നു. ആ ഒരു ഇതിലങ്ങ് മാറിയതാ, ഇത് ചെയ്യാനാ. അത് കഴിഞ്ഞിട്ട് ഒരു ട്രേഡ് നമ്മൾ എടുത്തത് വെച്ചാൽ LIC ഹൗസിംഗ് ഫിനാൻസ്. അത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു ലോങ് ട്രേഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഓപ്പണിംഗ് ക്രൈറ്റീരിയാസ് ഒന്നും മീറ്റ് ആകാഞ്ഞത് കൊണ്ടും ഒരു ഷോർട്ട് ട്രേഡ് കറക്റ്റായിട്ട് കിട്ടിയത് കൊണ്ടും ഞാൻ അത് ഷോർട്ട് ട്രേഡ് എടുത്തു. ഇവിടെ നമ്മൾ 50 EMA ഒരു റിജക്ഷൻ വന്ന് താപ്പോട്ട് നല്ലൊരു ക്യാൻഡിൽ ഇറങ്ങിയപ്പോഴാണ് എൻട്രി എടുത്തത്. അതും TSL ആണ് അടിച്ചത്. ഇവിടെ എങ്ങാണ്ട് വെച്ച് ഏകദേശം ഈ ഒരു ഭാഗത്തെങ്ങാണ്ട് വെച്ച് TSL അടിച്ച് മാറി. ഈ ഒരു ക്യാൻഡിലില്ല ഞാൻ എക്സിറ്റായി മാറിയത്. അത്യാവശ്യം ഒരു 10,200 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചത്. 500 ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതാ 500 ക്വാണ്ടിറ്റി 567 ഷോർട്ട് ചെയ്തു. 568 ഷോർട്ട് ചെയ്തു, 567 തിരിച്ച് വാങ്ങി. കണ്ട, അത് കോസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്, കാര്യമില്ല. പിന്നെ ഇത്ര ദിവസം ലോസ് ആയതിൻ്റെ ഒരു ഇതങ്ങ് മാറുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഇന്നും ഇവിടെ ലോസ് എടുക്കാനുള്ള നമുക്ക് ആ ഒരു സൈക്കോളജി അങ്ങോട്ട് സെറ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് പിന്നെ കോസ്റ്റ് വെച്ചങ്ങ് മാറിയത്. വേറെ 2 ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. ഞാൻ ആ നിഫ്റ്റി നോക്കിക്കൊണ്ടിരുന്നത് കാരണം ഇത് കിട്ടിയില്ല.
എല്ലാൻഡിയിലും അദാനി പോർട്സിലും. അത് ഞാൻ കാണിക്കാം. നമ്മുടെ എൻട്രി എന്ന് വരുന്നത് എൻട്രി 1 മിനിറ്റിലാണ്. എൻട്രി നമ്മുടെ എൻട്രി ക്യാൻഡിൽ ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഏതാണ്ട് ഇവിടുന്ന് നമ്മുടെ എൻട്രി ആണ്. അതായത് ഈ ക്യാൻഡിൽ ഈ ബ്രേക്ക് ചെയ്യുന്നില്ലയോ, ഇവിടുന്ന് നമ്മുടെ എൻട്രി ആണ്. എനിക്ക് ആ സമയത്ത് നിഫ്റ്റി എൻട്രിയിൽ ഉണ്ടായിരുന്നു, അതോ എന്തുവാന്ന് ഓർമ്മയില്ല. സമയത്ത് കിട്ടിയില്ല, അല്ല വേറെ എന്തോ കിട്ടിയില്ല. പിന്നീടാണോ കണ്ടത്, പടേന്ന് പോയി കണ്ടോ, ATRനേക്കാളിലൊക്കെ ബ്രേക്ക് ചെയ്ത് മേളിൽ പോയി. പിന്നെ ഒരെണ്ണമുള്ള അദാനി പോർട്സ് ആയിരുന്നു. അതും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നില്ല. അത് 1460 ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഹൈ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മുടെ എൻട്രി. എന്ത് ചെയ്യാം, ഒന്നും കണ്ടില്ല, പോയ പോക്ക് കണ്ടോ. ഇങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല. നമ്മുടെ ലോസ് നമ്മളെ കയ്യിൽ ഒതുക്കുക, പ്രോഫിറ്റ് വരുമ്പോൾ ഇങ്ങനെ വിടുക. അപ്പം അടുത്ത ദിവസം ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ട്രേഡ് കിട്ടും. അങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി, സംഭവം ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തുവായിരുന്നു, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഗോദ്രേജിൽ പിന്നെ ഗോദ്രേജിൽ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇതാ ഈ ക്യാൻഡിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് താപ്പോട്ട് അത്യാവശ്യം ഒരു മൂവ്മെന്റ് ലോ ബ്രേക്ക് ചെയ്ത് താപ്പോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ. ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് അപ്പത്തന്നെ കയറി ഒന്ന് എത്തി നോക്കിയിട്ട് കയറി അങ്ങ് പോയി. ചേട്ടാ താപ്പോട്ട് വന്നാൽ ചിലപ്പോൾ ഞാൻ എൻട്രി എടുത്താൽ SL അടിച്ചാൽ ആ ഒരു സംശയമില്ലായിരുന്നു. SL അടിക്കത്തില്ല ഈ ഒരു ക്യാൻഡിലൊക്കെ തന്നെ. SL നമ്മുടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മണ്ടയ്ക്കായിരിക്കും നമ്മുടെ SL വരുന്നത്, മെയിൻ SL വരുന്നത് മാക്സിമം. അതായത് ഈ ഇങ്ങനെ ഒരു ട്രേഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലോസ് ആകാൻ പോകുന്ന മാക്സിമം ഉണ്ട് അതായിരിക്കും. അതനുസരിച്ച് നമ്മൾ പൊസിഷൻ സൈസ് ചെയ്ത് എൻട്രി എടുക്കത്തുള്ളൂ, അതിനുള്ള ക്വാണ്ടിറ്റി എടുക്കത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്ട്രാക്ക് മാറും. കാരണം നമുക്ക് അതിനകത്ത് ഡേറ്റ കിട്ടും. ഡേറ്റ എന്ന് പറയുമ്പോൾ ഏത് ഡേറ്റ? ഓർഡർ ഫ്ലോ ഡേറ്റ. ഇതാണ് ഗോദ്രേജിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്. ഗോദ്രേജിന്റെ ഓർഡർ ഫ്ലോ അതിനകത്ത് കിടപ്പില്ല. നമ്മൾ ആ ക്യാൻഡിൽ നോക്കാം, നമുക്ക് ഏതായിരുന്നു ആ ക്യാൻഡിൽ നമ്മൾ എക്സിറ്റ് ആവില്ല. നമുക്ക് ഡേറ്റ കാണുമ്പോൾ നമുക്കറിയാം. നമ്മൾ ഓർഡർ ഫ്ലോ ഡേറ്റ നോക്കിയാണ് നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അതായത് എത്ര മിനിറ്റ് 11:50 പറയുമ്പോൾ ഓർഡർ ഫ്ലോയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് 11:55 ആവും. 11:55 ആണല്ലേ. ഈ 11:55 ഈ ക്യാൻഡിലിന് നമ്മൾ എക്സിറ്റായി മാറും. എന്തുകൊണ്ട് എക്സിറ്റായി മാറും? ഡെൽറ്റ കണ്ട 18,000 ക്വാണ്ടിറ്റി അവിടെ അധികം ബൈ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് ആയിട്ടോ, ഇത് നമുക്ക് ഡേറ്റ എടുക്കുന്ന ഫ്യൂച്ചേഴ്സിന്റെ ആയിട്ടാണ്. അപ്പോഴേ നമ്മൾ എക്സിറ്റായി മാറും. അപ്പൊ ആ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിലൊക്കെ തന്നെ നമ്മൾ എക്സിറ്റായി മാറും. ഇപ്പൊ നമ്മളൊരു 1000 രൂപയാണ് നമ്മുടെ മാക്സിമം SL ഈ ട്രേഡ് വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചോ, നിങ്ങൾ ഊഹിച്ചോ. 1000 രൂപ നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കാ നമ്മൾ ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിൽ എക്സിറ്റ് ആയാൽ നമുക്ക് 500 രൂപ SL വരും. SL അല്ല, ക്ലോസ് വരും. SL അടിക്കത്തില്ല, SL മേളിൽ 1000 ആണല്ലോ. ആ ഒരു 500 രൂപ ലോസ് നമുക്ക് ഇറങ്ങി മാറാം. അതുകൊണ്ട് നമ്മളിപ്പോ നമ്മൾ ഈ ഡേറ്റ നോക്കി എടുക്കുന്ന ട്രേഡുകളൊന്നും ഒരുമാതിരി ഒരിടത്തും നമ്മൾ SL അടിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ മാസവും ഈ മാസവും മൊത്തം നോക്കുമ്പോൾ എനിക്ക് ഒറ്റ തൊട്ടേ എങ്ങാണ്ട് SL അടിച്ചിട്ടുള്ളൂ, SL ആയിട്ട് അടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒന്നി ചെറുതായിട്ട് നമ്മൾ ട്രേഡിന് മേളിൽ പോകുമ്പോൾ തന്നെ ഡേറ്റ ഇങ്ങനെ തിരിച്ചത്. അതൊക്കെ നമ്മൾ ട്രേഡിനാണ് ഇവിടെ സെല്ലേഴ്സ് ഇല്ല കണ്ടോ, 0.00. അപ്പം ഇങ്ങനെയുള്ള ഡേറ്റ കാണുമ്പോൾ നമുക്കറിയാം തിരിച്ച് കയറുകയാണെന്ന്. പിന്നെ നമ്മുടെ വ്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും അങ്ങനെ ട്രേഡ് എടുക്കത്തില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ സമയത്ത് ഞാൻ വേറെ ട്രേഡിൽ വരാൻ തോന്നുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു ട്രേഡ് നോക്കാം. ഞാൻ മോസ്റ്റ്ലി അങ്ങനെ എടുക്കാറില്ല. നമുക്ക് തലേദിവസം നമ്മൾ വ്യൂ സെറ്റ് ചെയ്ത് വെക്കും. അതിനനുസരിച്ച് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ടോ, ഇന്നലെ നമ്മൾ ഷോർട്ട് ചെയ്യാൻ ഇന്നലെ നമുക്കൊരു ബിയറിഷ് വ്യൂ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ ഷോർട്ട് ട്രേഡ് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നില്ല. കാരണം മാർക്കറ്റ് അതിന് ഇഷ്ടമുള്ളവരാകുന്നു. ഇന്ന് ആ മാർക്കറ്റ് നമ്മുടെ വ്യൂവിനനുസരിച്ചുള്ള രീതിയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് നോക്കും. അതിനനുസരിച്ചാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫുൾ ക്വാണ്ടിറ്റിയിൽ എടുക്കും. അതിനനുസരിച്ചല്ല, തിരിച്ച് മറ്റൊരു സൈഡിലോട്ടുള്ള വ്യൂ ആണ് കാണിക്കുന്നത്
പക്ഷെ അവിടെ നമുക്ക് ഒരു ഇപ്പോൾ നമ്മൾ ലോങ് ട്രേഡ് ഇപ്പോൾ നമ്മൾ ബിയറിഷ് വ്യൂ ഉണ്ടായിരുന്നു, ഷോർട്ട് ട്രേഡ് നോക്കി, ഷോർട്ട് ട്രേഡ് കിട്ടുന്നില്ല, ലോങ് ട്രേഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ലോങ് ട്രേഡ് എടുക്കുമ്പോഴുള്ള നമ്മുടെ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതൊന്നും ലോങ് ട്രേഡ് എടുക്കും. പക്ഷേ ഈ പറയുന്ന പോലെ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കും. നമ്മൾ ഈ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മളൊരു 10-30% നമ്മുടെ അനാലിസിസ് നമ്മളെ രക്ഷിക്കും. ബാക്കിയുള്ളതുണ്ടല്ലോ നമ്മുടെ പൊസിഷൻ സൈസിങ്ങും റിസ്ക് മാനേജ്മെന്റും മാത്രമേ നമ്മൾ രക്ഷിക്കത്തുള്ളൂ. ട്രേഡർ ഇൻട്രാഡേ ആയാലും സ്വിങ് ആയാലും ഒരു ട്രേഡറെ രക്ഷിക്കുന്നത് പൊസിഷൻ സൈസിങ്, ക്യാപിറ്റൽ മാനേജ്മെന്റാണ്. ഈ രണ്ട് പരിപാടി ഇല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്ത്, ഇപ്പം എൻ്റെ കയ്യിലായാലും ആറിലായാലും ഈ രണ്ട് സാധനം മോശമാണോ, ഇനി എത്ര വലിയ സ്ട്രാറ്റജി കിട്ടിയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. നിഫ്റ്റിയൊക്കെ ATR ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയ പോകണ്ടോ. നിഫ്റ്റിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ഒന്നെടുത്ത് നോക്കിയാൽ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ ഓ മൈ ഗോഡ് ഇമോഷണൽ ബൈയിങ് നടന്നിട്ട് ഇருக்கு. കുഴപ്പമില്ല, നാളെ നമുക്കൊരു ബുള്ളിഷ് വ്യൂ ആണ്. നാളെ നമുക്ക് ഈ തിരിച്ച് ഇവിടോട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ 25,536 ഇപ്പൊ ഇന്ന് മാർക്കറ്റ് ഇവിടെ തന്നെ ക്ലോസ് ആവുകയാണെങ്കിൽ തിരിച്ച് നാളെയോ മറ്റന്നാളോട്ടേക്ക് ഈ POCയിലൊക്കെ വന്ന് ടച്ച് ചെയ്യണം. അങ്ങനെ വരുമെന്നൊക്കെ ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. വരും, എന്തായാലും വരും. പക്ഷെ അത് നാളെ തന്നെ വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇത് മറ്റേ ഇതൊന്നും അല്ല കേട്ടോ, കോളോ സംഭവങ്ങളൊന്നും അല്ല. നിങ്ങൾ ഇനി നാളെ പോയി ഷോർട്ട് ട്രേഡ് എടുക്കുകയും ചെയ്ത് അതിനകത്ത് നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ സെബി രജിസ്ട്രേഡ് ഒന്നും അല്ല, അതൊക്കെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ എന്തായാലും ഡിസ്ക്ലൈമർ കൊടുത്തേക്കാം. നമുക്ക് ഇതിന്റെ നിയമങ്ങളൊക്കെ ഇച്ചിരി വിഷയമായോണ്ടേ നിങ്ങളൊരു ട്രേഡ് എടുക്കുവാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ. അതിനകത്തൊന്നും നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഇത് കണ്ടോണ്ടൊന്നും ആരും കയറി ചാടി കയറി ഒരു ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. കാശ് പോകുന്നത് നിങ്ങളെ ആയിരിക്കും, എൻ്റെ ഒന്നും അല്ല. അത് ഇനി എൻ്റെ എന്നല്ല, ആര് ഇനി ഏതൊരു വലിയ ട്രേഡർ പറഞ്ഞിട്ടായാലും നിങ്ങൾ അവൻ പറയുന്ന ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം. കാശ് പോകുന്നത് നിങ്ങളുടെയാണ്, അവൻ്റെ അല്ല. അവൻ്റെ റിസ്ക് മാനേജ്, അവൻ്റെ സ്ട്രാറ്റജി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, വേറൊരുത്തൻ്റെ സ്ട്രാറ്റജി ഒരു കോളോ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അവൻ്റെ റിസ്ക് മാനേജ്മെന്റും അവൻ്റെ ക്യാപിറ്റൽ മാനേജ്മെന്റും ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഓക്കെ.